பொறுத்துக்கிறதுக்கும் சலிச்சுக்கிறதுக்கு நான் என்ன பொம்பளையா? ஆம்பளை மாமா, ஆண், நடி, பெண். പടം കാണുമ്പോൾ കുറച്ച് ഷോക്ക്, മെയിൻലി സർപ്രൈസ് ആൻഡ് ഷോക്ക് കിട്ടും. ബിക്കോസ് அப்போ தெய்வ திருமகள்னு ஒரு படம் வந்து ஸ்பெஷலா அப்போ வந்திருந்தது. எப்படி சார் அந்த படத்தை எப்படி பண்ணீங்க, எப்படி அப்படின்னு சொல்லி கேட்டேன். கேட்டு ஒரு ஃபியூ செகண்ட்ஸ்ல அப்படியே மாறி அந்த கேரக்டரா மாறி டக்குன்னு நான் படம் വീരധീരശൂരൻ പാർട്ട് 2 കേരള പ്രസ് മീറ്റിലേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് ഏറ്റവും സ്നേഹമുള്ള, നമ്മളോട് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചിയാൻ വിക്രം സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡയറക്ടർ ശ്രീ SU അരുൺകുമാർ, ശ്രീ SJ സൂര്യ, സുരാജ് വെഞ്ചാറമൂട്, ദുഷ്ണ വിജയൻ, എല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വീരധീരശൂരൻ ഈ മാസം 27-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. HR പിക്ചേഴ്സ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. നമ്മളിവിടെ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ആണ്. സോ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് നമ്മുടെ ക്യാപ്റ്റൻ, വീരധീരശൂരൻ പാർട്ട് 2 ക്യാപ്റ്റൻ ശ്രീ SU അരുൺകുമാർ സാർ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നു. எப்படி இருந்ததுன்னா, இந்த படம் வந்து ஏதோ நாங்கள் 2 பேரும் ஒரு 10 படம் சேர்ந்து வேலை பார்த்து அதுக்கப்புறம் பண்ண ஃபீல்டில் தான் இந்த படம் எனக்கு இருந்தது. ஏன்னா அவ்வளோ கம்ஃபர்டபுளாக அந்த செட் இருந்தது. ஏன்னா விக்ரம் சார், SJ சூர்யா சார், இவங்க 2 பேரும், SJ சார்லாம் ஒரு படத்தில் இருக்காருனாலே அந்த படம் வந்து ரொம்ப பாசிட்டிவாக இருக்குது அப்படின்றது தான் டாக். ஸோ இவ்வளோ சீனியரான ஸ்டார்ஸ் முன்னாடி என்னோட படத்தை என்ன சுதந்திரமாக எடுக்க விட்டதுக்கு ஃபர்ஸ்ட் தேங்க்யூ ஸோ மச் சார். அண்ட் சுராஜ் சார், ஐம் கிரேட் ஃபேன் ஆஃப் ஹிஸ் ஒர்க் அண்ட் ஐ எம் கிளாட் அவரோட தமிழில் ஃபர்ஸ்ட் படம் நான் டைரக்ட் பண்ணுறேன்றது எனக்கு ரொம்ப மகிழ்ச்சி. அண்ட் ஒர்க்கிங் வித் இஸ் ஆல்வேஸ் செரிஷபிள் திங் ஃபார் மீ. ஏன்னா டைரக்டரோட விஷனை அப்படியே எடுத்துகிட்டு போய் ப்ரெசென்ட் பண்ணுறதுக்கான முயற்சியில் எப்பவுமே இருப்பாங்க. லைக் ஓகேவா இல்லைன்னா அந்த டேக் எவ்வளோ போனாலும், எவ்வளோ கஷ்டமானதாக இருந்தாலும் அதை கொடுக்கறதுக்கு 100% கன்விக்ஷனோட கொடுக்கக்கூடிய ஒரு ஆர்டிஸ்ட். தேங்க்யூ துஷார். அண்ட் ஐ ரியலி வாண்ட் டு தேங்க் மை ப்ரொடியூசர் ஃபார் திஸ், பிகாஸ் அவர் ட்ரஸ்ட் பண்ணது தான் இன்னைக்கு இந்த படம் இவ்வளோ பெருசாக வந்திருக்கு. இந்த படம் உங்கள் எல்லாருக்கும் பிடிக்கும் நான் நம்புகிறேன். இது ஒரு ரியலிஸ்டிக்கான ஒரு மெயின் ஸ்ட்ரீம் கமர்ஷியல் ஃபிலிம். இட்ஸ் அன் ஆக்ஷன் த்ரில்லர். இட்ஸ் அன் என்கேஜிங் ஃபிலிம் டு. ஸோ ஐ ஹோப் இது உங்களையும் തൃപ്തിപ്പെടുത്തും നമ്പുറൻ. താങ്ക് യു സോ മച്ച്. നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കേരളത്തിന്റെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട ചിയാൻ വിക്രം സർ. എല്ലാവർക്കും നമസ്കാരം. ഇത്ര ക്യാമറാസ് വിചാരിച്ചിട്ടില്ല, കുറച്ച് ടെൻഷൻ വന്നിട്ട്. വളരെ സന്തോഷം. എപ്പോഴും പോലെ കേരളത്തിൽ വരുമ്പോൾ ഈ പടം ചിത്രം എല്ലാം പറഞ്ഞു റോ റസ്റ്റിക് ഫിലിം. പക്ഷേ അവർ 2 ടൈപ്സ് ഓഫ് മൂവീസ് ചെയ്യും, 2 രീതിയിൽ. ഒരു സേതുപതി പടം അവർ ഭയങ്കര കമേഴ്ഷ്യലായിട്ട് ചെയ്യും. പിന്നെ ചിത്ത നിങ്ങളെല്ലാം കണ്ടിരിക്കും. ഒരു വെരി സീരിയസ്, വെരി ഡീപ്പ്, വെരി മൂവിങ്, ഹാർട്ട് ഫെൽ, സെൻസിറ്റീവ് ടോപ്പിക് ഉള്ള ഒരു ചിത്രം ചെയ്യാൻ പറ്റും. ഹി ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഡയറക്ടർ. സോ അവർ ഈ പടത്തിൽ 2 കമ്പൈൻ ചെയ്തിട്ട് ഒരു റോ റസ്റ്റിക് ഫീൽ, അതിൽ വളരെ മാസ്സായിട്ട് ഒരു വി ഹവ് ട്രൈഡ് ചെറുതായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഗ്രാമർ ഇതൊന്നും ഇല്ലാത്ത, ലൈക്ക് ഓപ്പണിങ്ങും ഒരു ഹീറോ ഇൻട്രൊഡക്ഷൻ ഓർ സോങ്സ്, ഫസ്റ്റ് സോങ്, പിന്നെ സീന്, പിന്നെ ഫൈറ്റ് സീക്വൻസ്, പിന്നെ ഇൻ്റർവൽ ബ്ലോക്ക്, പിന്നെ ഫ്ലാഷ് ബാക്ക്, പിന്നെ ക്ലൈമാക്സ്, അങ്ങനെ ഇല്ലാത്ത ഇതൊരു മാറ്റി വേറെ ഒന്ന് ട്രൈ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിയലി ആൻ അമേസിങ് എക്സ്പീരിയൻസ് അത് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ. സോ എനിവൺ തിയേറ്റർക്ക് വരുമ്പോൾ എക്സ്പെക്ട് സംതിങ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. ഡെഫിനറ്റ് ആയിട്ട് ഐ ആം ഷുവർ
ഞങ്ങൾ ഇറ്റ് ഇംപ്രസ്ഡ് ഓൾ ഓഫ് us when you're working. അങ്ങനെ ഞങ്ങൾക്കും അങ്ങനെ തോന്നും എന്നാ വിചാരിക്കണം. ആൻഡ് ഈ പടത്തിൽ നോർമലായിട്ട് എല്ലാവരും പെർഫോമേഴ്സ് അല്ലെങ്കിൽ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ടീം ടുഗെദർ. എല്ലാവരും ഈ പടത്തിൽ എല്ലാം ചെറിയ എന്നോട് മോനിലിருந்து എല്ലാം എസ് സൂര്യ സാർ വரைக்கும் എല്ലാവരും ഗ്രേറ്റ് പെർഫോമേഴ്സ്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് അവരോട് അഭിനയിക്കുമ്പോൾ. ബട്ട് ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമയിലെ എന്തിനാ പെർഫോമൻസിന് ചോദിച്ചാൽ ഇത് ഒவ்வொரு സീനിലും വളരെ മൈന്യൂട്ട് സട്ടിലായിട്ട് ചില വിഷയങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡയറക്ടർ. ആൻഡ് അത് പടം കാണുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഞാൻ ചെന്നൈയിൽ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരു മലയാള പടം കാണുമ്പോൾ ഒരു ഒരു ബ്രീതിങ് സ്പേസ് ഒരു ആർട്ടിസ്റ്റ് മറ്റൊരു ഇപ്പോൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു ചിന്ന ബ്രീതിങ് സ്പേസ് ഉണ്ടാകും. ഒരു ഡയലോഗും മറ്റൊരു ഡയലോഗും അടുത്ത് നോർമലായിട്ട് അത് തമിഴിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് இருக்கும். ഇതിൽ കുറേ ബ്രീതിങ് സ്പേസ് തന്നിട്ട് എക്സ്പ്രഷൻസ്ക്ക് വേണ്ടിയും ഇമോഷൻക്ക് വേണ്ടിയും ഫൈറ്റ്സ് സോങ് സീൻസ് എല്ലാത്തിലും ഇന്റർവൽ ബ്ലോക്ക് ക്ലൈമാക്സ് എല്ലാത്തിലും ഒരു ഇമോഷൻ കോണ്ടന്റ് ഉണ്ട് ഈ പടത്തിൽ. ആൻഡ് ഇതിൽ ഐ ഹാഡ് ദ പ്ലെഷർ ഓഫ് വർക്കിംഗ് വിത്ത് SJ. ഐ എം ഹ്യൂജ് ഫാൻ. അവർ സംവിധായകനായിട്ടുണ്ടാകുമ്പോൾ എനിക്ക് ഖുഷി വാലി എല്ലാം ഞാൻ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു ഡയറക്ടർ അഭിനയിച്ച് നല്ല നടനായി മാറി. പിന്നെ ഇതാണ് ആദ്യത്തെ പ്രാവശ്യം അവരോട് ഞാൻ അഭിനയിക്കുന്നത്. ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സുനിൽ, താങ്ക് യു വെരി മച്ച്. ആൻഡ് തുഷാര എൻ്റെ പേര്. ഇതിൽ ഇങ്ങനെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഒരു വയലന്റ് അങ്ങനെ ഒരു ഫിലിമിലെ ഒരു പെണ്ണിക്ക് സ്ഥലമുണ്ടോ എന്ന് വിചാരിച്ചാൽ എങ്കിൽ പടം കാണുമ്പോൾ കുറച്ച് ഷോക്ക്, മെയിൻലി സർപ്രൈസ് ആൻഡ് ഷോക്ക് കിട്ടും. ബിക്കോസ് ഇതിൽ അവർക്കൊരു വലിയ വളരെ സ്ട്രോങ് ക്യാരക്ടർ. ചിത്ര എപ്പോഴും അവരുടെ ഫിലിംസിലെ ലേഡീസ് വിമൻ ക്യാരക്ടർക്ക് ഒരു വളരെ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടാവും, ഒരു ഡെപ്ത് ഉണ്ടാവും. സോ ഇതിലെ എല്ലാം ഇത് ഞാൻ പറഞ്ഞു. ഇത് ഒരു ചെറിയ ഫോട്ടോ ഡയലോഗ് വേണ്ട, വേറെ ഏത് വേണം, മ്യൂസിക് വേണ്ട, ഒന്നും വേണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രേമം, ഒരു സ്നേഹം, മോർ കെയറിംഗ് ദാൻ എനിത്തിങ് എൽസ്. അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് അവർ വളരെ നന്നായിട്ട് ചെയ്തു. ഇറ്റ്സ് ലൈക്ക് ആൻ ആർട്ടിസ്റ്റ്. താങ്ക് യു അരുൺ ഫോർ ഇൻട്രൊഡ്യൂസിങ് അസ് ടു യുവർ പെയിന്റിങ്. വളരെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു. ഇതിലെ സുരാജ്, ഐ നോ നിങ്ങൾ എല്ലാവർക്കും സുരാജിന് പറയുമ്പോൾ യു ഓൾ നോ ഹിം. അവർ മൾട്ടി ടാലന്റഡ്, മൾട്ടി ഫാസറ്റഡ്. ഞങ്ങളൊരു തമിഴിൽ ഒരു ഇന്റർവ്യൂ ചെയ്തു. ആദ്യം സുരാജ് പറയും, ബട്ട് എനിക്ക് ആദ്യം അവർ ഡീറ്റെയിൽ ആയിട്ട് പറയും. ബട്ട് ആദ്യം സ്റ്റോറി കേൾക്കുമ്പോൾ ഒരു വാക്ക് മനസ്സിലാത്ത ഓക്കെ എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ അവര് ഷൂട്ടിങ്ങിലാണ് കുറച്ച് മെല്ലെ യുനോ മനസ്സിലായി. സോ അങ്ങനെ ഉള്ളതാണ് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് തമിഴില് ഫുൾ ഡയലോഗ്സും ഫുൾ കോമഡി ചെയ്തിട്ട് എല്ലാവരും ഞങ്ങളെല്ലാം ഓഡിയൻസാ മാറി. അങ്ങനെ ജസ്റ്റ് ഫോർ എൻ ഇന്റർവ്യൂ. അതുപോലെ മിമിക്രി, പിന്നെ ഇപ്പൊ ഓഡിയോ ലോഞ്ചിൽ ബീറ്റ് ബോക്സിങ് ചെയ്തു. ഐ വാസ് ലൈക്ക് സ്റ്റണ്ട്. ഇപ്പൊ എനിക്ക് പേടി. നിങ്ങൾ നെക്സ്റ്റ് ഡാൻസ് പിന്നെ ആക്രോബാറ്റിക്സ് വരും, എന്ത് ചെയ്യും? മിമിക്രി എല്ലാവർക്കും അറിയും അവരെങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ബട്ട് പെർഫോമൻസ് വൈസ് ഒരു മുതൽ എനിക്കറിയാം. ബിക്കോസ് ഞാൻ മലയാളത്തിൽ സിനിമയ്ക്ക് വരുമ്പോൾ എനിക്ക് ഒരു വാക്ക് എനിക്ക് ഇവൻ വിവാഹം കഴിയുമ്പോൾ ആദ്യത്തെ വാക്ക് മതി. ബിക്കോസ് എല്ലാവരും ഭക്ഷണം ഇടുമ്പോൾ അത്രയായിട്ട് അപ്പൊ മതി അത് മാത്രം ഞാൻ അപ്പോ പഠിച്ചു. അതുകൊണ്ട് എനിക്ക് ഒന്നും അറിയത്തില്ല. സോ അപ്പൊ എനിക്ക് ഒരു ഡയലോഗ്, ഒരു ലാംഗ്വേജ് അറിയാത്ത ഒരു ലാംഗ്വേജിൽ വന്നിട്ട് ഡയലോഗ് പറയുമ്പോൾ എത്ര ഒരു ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു ഇതുണ്ട്. അവർ ആദ്യത്തെ സീൻ ഒരു 16 minutes ഷോർട്ടാണ്, ഫുൾ ഡയലോഗ്സ് അയാളാണ്. ബട്ട് ഹി ഡിഡ് ഇറ്റ് സോ വെൽ. അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു വളരെ ഭയങ്കര ഡെപ്ത് കൊണ്ടുവന്നു ഈ ക്യാരക്ടറിൽ. ഇറ്റ്സ് നോട്ട് ഒരു നോർമലായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ, ഇങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ അങ്ങനെയില്ല. ഇയാൾക്കും ഞങ്ങൾ എല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ നെഗറ്റീവ് പോസിറ്റീവ് എനിക്കറിയില്ല. ഐ തിങ്ക് വി ആർ ഓൾ ഗ്രേ. ഇവർ മാത്രം ഫാമിലി, ലവ്, ഹസ്ബൻഡ്, അത് ഭർത്താവ്, അതൊക്കെ മാത്രം ഇവർ മാത്രം ടോട്ടലി പ്യുവർ. ഞങ്ങളെല്ലാവരും വി മേ ബി ഗ്രേ, പക്ഷെ ഞങ്ങൾ എല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. എനിക്കൊരു ആവശ്യമുണ്ട്, ഇവർക്കൊരു ആവശ്യമുണ്ട്, അവർക്കൊരു ആവശ്യമുണ്ട്. സോ അതാണ് സ്റ്റോറി. അതിലെ ഗ്രേ ഷെയ്ഡ്സും കാണിച്ചിട്ട് പിന്നെ അതിലെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ അതിലെ ദേഷ്യം എല്ലാം സുരാജ്, ഐ മീൻ ഞാൻ അവരോട് എല്ലാ പടം ഞാൻ ഫസ്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ട് അപ്പോഴും തന്നെ ഐ വാച്ച്ഡ് എവറി ഫിലിം ഓഫ് ഹിസ്. വെരി സൂപ്പർ ടാലന്റഡ് ആക്ടർ. താങ്ക് യു സുരാജ് ഫോർ ബീയിങ് ഇൻ അവർ ഫിലിം. സച്ച് എ ഹോണർ. ആൻഡ് നന്നായിട്ട് ചെയ്തു. ഐ ഡോണ്ട് തിങ്ക് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു, ബിക്കോസ് ഐ സീൻ സം റിയലി ഗുഡ് ആക്ടേഴ്സ് ഹിന്ദിയിലെന്ന് വന്നിട്ട് വളരെ നന്നായിട്ട് അഭിനയിക്കും. പക്ഷെ ഡയലോഗ്സ് കിട്ടുമ്പോൾ ഡയലോഗ്സ് പറഞ്ഞാൽ മതി. അത് ചുമ്മാ ലൈക്ക് പഠിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട്
ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സുരാജ് അങ്ങനെയാ പഠിച്ച് ആയി AIOU അതെല്ലാം പറയും, പക്ഷെ നന്നായിട്ട് പറയും. സോ സുരാജ് വാസ് സംബഡി ഹു റിയലി ട്രൈഡ് ആൻഡ് ഹ്യൂജ് പ്ലസ് പോയിന്റ്. പിന്നെ ഇവർ മാത്രമല്ല, മാലാ പാർവതി ഉണ്ട് ഈ പടത്തിൽ. അവരും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്തു, വളരെ നന്നായിട്ട് ക്യാരക്ടർ വന്നു. അതുപോലെ പൃഥ്വി ഉണ്ട്, ലൈക്ക് കുറേ ആൾക്കാരുണ്ട് ഇതിൽ. ബട്ട് ഓൾ ഓഫ് ദം ആർ പെർഫോമേഴ്സ്. സോ ദിസ് ഓൾ ഐ വാണ്ട് ടു സേ. ബട്ട് എനിക്ക് റീസെൻ്റ് ആയിട്ട് ഞാൻ കുറേ, ഐ മീൻ എപ്പോഴും ഞാൻ കാണുമ്പോൾ ഇപ്പോൾ OTT വന്ന സെക്ഷൻ എല്ലാം കാണും. അതിൽ റീസെൻ്റ് ആയിട്ട് രേഖാചിത്രം, പിന്നെ ഉണ്ണാൻ, പിന്നെ മാർക്കോ, ലൈക്ക് ഇങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ് ഇന്ത്യ സിനിമയിലേ ഇല്ല. കില്ല കുറച്ച് വരും, ബട്ട് ഉണ്ണി കലക്കി. ഞാൻ മല്ലികാപുരം കണ്ടിട്ട് അത്ര ശാന്തമായിട്ട് അത്ര സ്വീറ്റ് ആയിട്ട് ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്ര ബ്രൂട്ടലായിട്ട് ഒരു ബീസ്റ്റ് ആയിട്ട് ചെയ്തു. ഐ റിയലി ലവ് ദാറ്റ് ഫിലിം. സോ അതുപോലെ ആവേശം, പിന്നെ every movie that has come out now recently, എല്ലാം മലയാള സിനിമ ഇസ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ഗ്രോൺ സോ വെൽ. നിങ്ങളുടെ കോണ്ടന്റ് ബേസ്ഡ് സിനിമ ഇസ് ഫാന്റാസ്റ്റിക്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ OTT ഇത് പാൻ ഇന്ത്യ സിനിമ കാണുമ്പോൾ നോക്കുമ്പോൾ ഒരു മിന്നൽ മുരളി പാൻ ഇന്ത്യയിൽ വന്നു, ബട്ട് ഒരു OTT പ്രോഡക്റ്റ് ആവുന്നു അല്ലേ. പക്ഷേ ഒരു KGF, ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് KGF വന്നു, പിന്നെ കാന്താര വന്നു, ബാഹുബലി വന്നു തെലുഗുലെ, ബാഹുബലി, RRR മറ്റെല്ലാം വന്നു. തമിഴിലെ we have still working on it. മലയാള സിനിമയിലെ ചെറിയ പടങ്ങൾ ചെയ്തിട്ട് നല്ല കോണ്ടന്റ് ബേസ് ഉള്ള പടം ചെയ്യുമ്പോൾ ഇപ്പോ എംബുരാൻ ഇസ് കമ്മിങ്, വിച്ച് ഇസ് എ പാൻ ഇന്ത്യ ഫിലിം. ഐ എം ഷുവർ അത് വന്ന് ഒരു ഐ വാണ്ടഡ് ടു ബി എ ബിഗ് ഫിലിം, ബിക്കോസ് ഞാനും ഐ നോ എവറി മലയാളി വാണ്ട്സ് ദാറ്റ് ഫിലിം ടു ബി എ ഹ്യൂജ് ഫിലിം. ആൻഡ് അതിലെ ലാലേട്ടൻ, ഐ എം ഹ്യൂജ് ഫാൻ ഓഫ്. അത് മാത്രം കാര്യമില്ല, പൃഥ്വി ഈസ് ഓൾസോ വെരി ഗുഡ് ഫ്രണ്ട്. എനിക്ക് എപ്പോഴും ഒരു നടൻ, ലൈക്ക് നോട്ട് ലൈക്ക് ഡയറക്ടർ വന്നിട്ട് നടനാകുമ്പോൾ വേറെ ഒരു അത് കുറച്ച് ടെൻഷൻ. ബട്ട് ഒരു നടനായിട്ട് ഇരുന്ന് ലൈക്ക് തനുഷ് ചെയ്ത്, ഇപ്പോൾ പൃഥ്വി ലൂസിഫർ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ട് I was pretty shocked. So അതും എംബുരാനിൽ വന്ന് I've seen the trailer. It's fantastic, promises to be a great film. I hope it's the first pan India huge film that creates records for Malayalam cinema and really puts us out there. So ആ പടത്തോടെ ഞങ്ങൾ പടമും വരുന്നു. It's a nice, feel good, emotional, different type of film. So I'm just hoping that Malayalis have always liked content-based films. So rendu padam will be received very well. And I'd like to thank you in advance. Your wishes and your blessings. And I love you all. Thank you for every cinema vendi enikku vendi ningal support cheyidhu eppozhum. It's very close to me. Adu oru manoramana oru vishayam correct. Enikku and I love you all. Thank you very much. ഇതുകൊണ്ട് SJ സൂര്യ സാർ പറഞ്ഞത്, ലാംഗ്വേജ് ഏതായിരുന്നാലും തമിഴ് സിനിമയാണെങ്കിൽ പോലും തമിഴിൽ തന്നെ കാണാൻ ശ്രമിക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളത് മലയാളികളോടൊന്നും സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം SJ സൂര്യ. குட் ஈவினிங் எவ்ரிபடி. ரொம்ப சந்தோஷம் இந்த மூவியோட ப்ரொமோஷன்ஸில் ட்ராண்ட்ரம் வந்து உங்களை எல்லாரையும் சந்திக்கிறதுல ரொம்ப ரொம்ப சந்தோஷம். வீர தீர சூரா March 27 ரிலீஸ் ஆகுது. வீர தீர சூரா வந்து ஒரு நல்ல ஒரு கண்டென்ட். ஒரு மார்டின் ஸ்கார்செஸி மேக்கிங் வந்து ஒரு வில்லேஜில் இருந்தால் எப்படி இருக்கும், அந்த மாதிரியான ஒரு மேக்கிங் இந்த டைரக்டர் பண்ணியிருக்கிறாரு அருண்குமார் சார். ரொம்ப பேஷனேட் ஃபில்ம் மேக்கர். இந்த படம் வந்து மலையாள லேண்டில் வந்து பார்த்தீங்கன்னா உங்களுக்கு வந்து 2 விஷயங்கள் உங்களுக்கு கனெக்ட் ஆகும். ஒன்று, இந்த படத்தோட ப்ரொடியூசர் வந்து ஃப்ரம் ட்ராண்ட்ரம், இந்த சேம் இருந்து வந்தவர். இன்னைக்கு வந்து ஒரு கார்பரேட் கம்பெனிகள்லாம் ஸ்ட்ரகிள் ஆகிட்டு எடுக்கும்பொழுது ஒரு இண்டிவிஜுவல் ப்ரொடியூசர் ஸ்ட்ராங்காக வந்து ஒரு இவ்வளோ பெரிய ஸ்டார் காஸ்டிங் வச்சு ஒரு பிரமாதமான ஒரு படத்துக்கு சப்போர்ட் ஆகிட்டு அந்த படத்தை எடுத்து இன்னைக்கு சொன்ன டேட்டில் ரிலீஸ் பண்ணி அந்த மாதிரி கொண்டு வந்தது ரொம்ப ரொம்ப எஃபிஷியன்டான ஒரு விஷயம் இந்த படத்தில் இருக்குது. அந்த சீக்வன்ஸ் வந்து பார்த்தீங்கன்னா ஒரு 16 மினிட்ஸ் ஒரு சிங்கிள் ஷாட். இந்த சிங்கிள் ஷாட்டை அச்சீவ் பண்ணணும்னு ஒரு டைரக்டர் போராடுறாங்க. ஒரு 10 days அதுக்கு வந்து ஆர்டிஸ்ட் வர்றதுக்கு முன்னாடி அவரோட ரிஹர்சல்ஸ் பண்ணிக்கிட்டார். அசிஸ்டன்ட் டைரக்டர்ஸ் வச்சு ஃபோன் வச்சுட்டு நல்ல பெரிய ஒரு 16 ஏக்கர் ஒரு ஃபேக்ட்ரி அது. அதில் வந்து ரிஹர்சல்லாம் பண்ணிட்டு அதுக்கப்புறம் எங்களை வச்சு 3 days வித் லைட்ஸ் அண்ட் கேமரா ஒரு 3 days ரிஹர்சல் பண்ணிட்டு அண்ட் த பர்டிகுலர் டே ஷூட் டே வந்துச்சு. அண்ட் என்னென்னா ஒரு பயங்கரமான ஒரு இது வந்து 1927 அது என்ன ஃபுல் சிங்கிள் ஷாட் 1947 நம்ம வந்துச்சு.
ஃபுல் படம் எடுத்திருப்பாங்க. ஆனால் அதோட எஃபர்ட் வந்து இந்த ஒரு ஷாட்டுக்கு அவர் வந்து போடணும்னு சொல்லி முடிவு பண்ணி வித் லவ் அண்ட் கேர் அந்த இதை எடுத்துக்கிட்டே வந்தாங்க. அந்த ஷாட் எடுக்கும்போது வீட்டுக்குள்ளேருந்து பேசி அப்படியே வந்து ட்ராவல் ஆகி வரும்போது ஒரு 5 மினிட்ஸில் நின்றுடும் ஃபர்ஸ்ட் டேக். அப்புறம் ஐயோ சரி திருப்பி எல்லாம் செட் பண்ணுவாங்க. அதெல்லாம் செட் பண்ணி திருப்பி இன்னொரு தடவை ஃபுல்லாக பேசிட்டு வந்து ஒரு 10th மினிட்ல நின்றுடும். ஐயோ போச்சு, திருப்பி செட் பண்ணுறதுக்கு 1 hour ஆகும். அந்த ஷார்ட்ஸ் எல்லாம் ஃபியூல்லாம் ஊற்றி பாம்ஸ் எல்லாம் ரெடி பண்ணி எல்லாம் செட் பண்ணாங்க. அது முடிச்சு வந்து இன்னொரு 12th மினிட்ல அப்படி கேமரா டில்டப் ஆகும்போது ஃபைட்டர்ஸ் அந்த க்ரௌடு ஓடணும், அவங்க ஓடலை. அது புரிஞ்சு போச்சு. அதில் போச்சு. இப்படியாகி ஒரு ஷார்ட் ஃபுல்லாக எடுத்து முடிச்சாங்க. ஃபுல்லாக எடுத்து முடித்த உடனே அந்த ஷார்ட் ஃபுல்லாக வந்துருச்சு. 16 மினிட்ஸும் வந்துருச்சு. ஆனால் அதுக்கப்புறம் பார்த்தீங்கன்னா அதை வந்து அவர் திருப்பி அந்த எடுத்த ஷார்ட்டை பார்க்கும்போது பார்த்தா 16 மினிட்ஸ் கரெக்டாக கோஆர்டினேட் ஆகிடுச்சு. வெளியில் அந்த பிளானிங்கில் ஆர்டிஸ்ட் வர டைமிங் இதெல்லாமே சிங்கில் இல்லாமல் ஒரு மாதிரி கொஞ்சம் ஆஃப், அவருக்கு இந்த மைண்டில் நினச்ச மாதிரி வரல. அப்போ நைட்டு மணி ஆல்மோஸ்ட் 3:30 3:45 இருக்கும். ஏன்னா 5:20க்கு சன்லைட் வந்துடும், அதோட ஷெட்யூல் பேக்கப். ஓகேயா? ஸோ அவர் வந்து தேம்பி அழுதுட்டார். மனுஷன் சின்ன குழந்தை, ஒரு குழந்தை எப்படி அழுமோ, ஒரு வீட்டில் ஒரு குழந்தை எப்படி தன்னுடைய தேவை கிடைக்கலன்னா வீட்டில் எப்படி அழுமோ, அந்த மாதிரி அவர் ஷூட்டிங் ஸ்பாட்டில் நைட்டு 3:50 3:45 இருக்கும். பயங்கரமாக அழுதுட்டார். நாங்கள் எல்லாருமே சொல்லி ஒன்றும் கவலைப்படாதீங்க, போய் இந்த ஷார்ட்டை எடுங்க, நல்லா வரும், நீங்கள் இந்த ஒரி பண்ணாதீங்க. அந்த ஏன்னா செட் பண்ணுற 1 hour ஆகும். 5 o'clock 5:20 சன்லைட் வந்துடும், அவ்வளோதான் டைமு. ஸோ செட் பண்ணிவிட்டு எடுக்கிறாங்க. எடுத்து போகும்பொழுது கரெக்டாக அந்த சிங்கிள் ஷாட்டில் எல்லாமே வந்து, அப்போது அந்த ஷாட்டு போக போகிறதுக்கு முன்னாடி நாங்கள் எல்லாருமே நான் கூட ஒரு மரத்து பக்கத்தில் போய் நின்று மேலே வானத்தை பார்த்து, அம்மா இந்த ஷாட்டை எப்படியாவது நல்லபடியாக எடுத்து கொடுத்துருமா அப்படின்னு சொல்லி எல்லாருமே பதட்டம் ஆகிட்டோம். அப்புறம் லாஸ்ட் 5 o'clock எல்லாம் செட் ஆச்சு. 5 o'clock ஷார்ட் ஸ்டார்ட் ஆச்சு. 5:16 அந்த ஷார்ட் முடிஞ்சது. டைரக்டர் எதிர்பார்த்த மாதிரி எல்லாமே வந்தது. அது வந்து ஐ ஃபெல்ட் காடே வந்து அந்த ஷார்ட்டை எடுத்து கொடுத்த மாதிரி தான் நான் ரியலாக ஃபீல் ஆனேன். ஸோ அவ்வளோ எதுக்கு இதை சொல்ல வரேன்னா, அந்த ஒரு இன்சிடெண்ட் போதும் அந்த படத்தை எவ்வளோ நேர்த்தியாக அந்த இயக்குனர் எடுத்திருப்பார், எவ்வளோ லைவ்லியாக அந்த படத்தை எடுத்திருப்பார் அப்படின்னு சொல்லிட்டு. இது ஒரு ஹீரோ இன்ட்ரொடக்ஷன் அப்படின்னு பார்த்தீங்கன்னா, ஒரு ஜீப்பை திறந்து ப்ரொப்பலர் போட்டு அடித்து காலில் புழுதி பறந்து அப்படியெல்லாம் ஷார்ட்ஸ் இருக்காது. ஆனால் அதுக்கும் மேலான ஒரு இம்பேக்ட் அது கிரியேட் பண்ணும். ஹெவி வயலன்ஸ் டயலாக் இருக்காது. ஆனால் அதையும் தாண்டி உள்ள ஒரு ட்ரம்பிள்னு சொல்லுவாங்க இல்லையா, நிலத்தில் கொடுக்கக்கூடிய ஒரு ட்ரம்பிள் ஒன்று ஃபீல் ஆகும்னு சொல்லுவாங்கள்ல, அது மாதிரி நம்ம ஃபீல் ஆகிற மாதிரியான ஒரு டிஃப்ரெண்ட்டான அவருடைய ஸ்டைலில் ஒரு மாஸ் ஃபில்மை, ஒரு எமோஷ்னல் ஃபில்மை ஸ்ட்ரக்சர் பண்ணி கொடுத்துருக்கிறாரு. அதுக்கு நாங்கள்லாம் ஆக்டர்ஸாக சப்போர்ட் பண்ணி நாங்கள் கரெக்டாக பண்ணியிருக்கிறோம். இதான் உண்மை. இவரோட டெடிகேஷன், இவரோட இதெல்லாம் பார்த்தீங்கன்னா வேற லெவல். அந்த இதை சொன்னேனே, அந்த சிங்கிள் ஷாட்டுக்கு ஒரு ஸ்டெடிகாம் ஆப்ரேட்டர் ஒருத்தர் இருந்தார். அவருக்கு பேக் போனே போயிடுச்சு, சொன்னால் நம்ப மாட்டீங்க சார். நான் அவனுக்கு லாஸ்ட் டே போகிறதுக்கு முன்னாடி அந்த ஸ்டெடிகாம் ஆப்ரேட்டர் படுக்க வச்சு ஹீ கிவன் அ ஃபிசியோதெரபி டு ஹிம். ரியலி பீயிங் அ பிக் ஸ்டார். அவரை முதுகில் ப்ரெஷர் பாயிண்ட்ஸ் வச்சு அட்ஜஸ்ட் பண்ணி பண்ணார். அவ்வளோ லவ் அண்ட் கேரோட, அவ்வளோ ஒரு இதோட எல்லாருமே, சுராஜ் சார் ஆகட்டும், கேமராமேன் ஆகட்டும், துஷாராவ் ஆகட்டும், அந்த தெலுங்கு ஆக்டர் நம்ம பிருத்திவி சார் ஆகட்டும், அவர்கிட்டெல்லாம் டைரக்டர் வேலை வாங்கியிருக்கிறத வந்து வேற டிஃப்ரெண்ட்டாக ஒர்க் வாங்கியிருக்காரு. ஸோ ஒரு காலம் கடந்து நிற்கக்கூடிய ஒரு அருமையான ஒரு படமாக இது இருக்கும். ஹிஸ்ட்ரியில் வந்து இந்த படம் வந்து பேசப்படும். வீரதீர சூரா அப்படின்னு ஒரு படம் வந்து அருண்குமார் என்ற ஒரு சிறந்த திறன்பட்ட ஒரு இயக்குனர் ஒரு அழகான ஒரு படத்தை கொடுத்துருக்காரு அப்படின்னு சொல்லி இருந்தாரு. அது பேசுவாங்கன்னு நான் நம்புறேன், அது எதிர்பார்க்குறேன். ரொம்ப சந்தோஷம். March 27 ரிலீஸ் ஆகுது. படத்தை மிகப்பெரிய வெற்றி கொடுங்க. தேங்க்யூ. താങ്ക് യു സർ. സാധാരണ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ട്വിറ്ററിൽ ഒന്ന് തരംഗമാകാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ട്വിറ്ററിൽ അക്കൗണ്ട് ഇല്ല. അദ്ദേഹം ഒരു ദിവസവും 2 ദിവസവും ഒക്കെ തരംഗമായിരുന്നു. നമ്മുടെ സ്വന്തം സുരാജ് ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓരോരുത്തരായിട്ട് പറയുകയാണ്. അതിൽ എല്ലാം ഉണ്ട് ഈ ആ പടത്തിലുള്ള സംഭവം. എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ഒരു അന്യഭാഷ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് വീരാധീര ശൂരൻ എന്ന ഈ സിനിമയോടുണ്ട്. കാരണം അത്രയും വലിയ ഒരു ഗ്രേറ്റ് സപ്പോർട്ടും നല്ലൊരു വാം വെൽക്കമിങ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത്. അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും. അരുൺകുമാർ സർ,
വിക്രം സർ, SJ സുരേഷ് സർ, ദുഷാര മാം, എല്ലാവരും, പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ HR ഫിലിംസ് റിയ ഷിബു, അവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ, ഇനി ചോദിച്ചാൽ മതി. தமிழ் இன்டர்வியூல பயங்கரமா இவர் பேசி அதெல்லாம் ஃபுல் வைரல் ஆகி உங்களுக்கே வந்திருக்கும்னு நினைக்கிற நியூஸ். இப்ப தமிழ்நாட்டுல சுராஜ் சார்னா பயங்கர ஃபேமஸ். படம் வர்றதுக்கு முன்னாடியே இவருடைய அது என்ன சொல்றது, அந்த இன்டர்வியூல ஷோமேன் ஆயிட்டார் கம்ப்ளீட்டா. நாங்களாம் அமைதியாகி இவரை பேசட்டும். இப்ப கேரளால நான் வரும்போது பார்த்தேன், கேரளா வந்தா இவர் என்ன பேச போறான்னு நான் பார்க்கணும்னு பார்த்தா எதுவுமே பேசாம உட்காந்துருக்கேன். பேசுங்க நல்லா. അല്ല, അതിൻ്റെ ആ കഷ്ടപ്പാട് പറഞ്ഞല്ലോ, ഒരു 16 മിനിറ്റിൻ്റെ കഥ. ശരിക്കും എനിക്ക് മലയാളം പോലും നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയില്ല. എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നാണ് സിംഗിൾ ഷോട്ട് ഒരു കുത്ത് ഡയലോഗ്. ഞാൻ ചോദിച്ചു, സിനിമ ഫുള്ളേ ഉണ്ടല്ലോ, എന്നിപ്പോൾ ഞാൻ സാർ ഇതെൻ്റെ ഫുള്ള സിനിമയാണോ? ഇല്ല, സാറിൻ്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച്, അത് എനിക്ക് മാത്രമേ അറിയൂ ആ കഷ്ടപ്പാട്. എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും, സാറായാലും. അതിന് ഞാൻ എന്തെങ്കിലും തമിഴ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആയിരുന്നു സാറിനാണ്. എപ്പോഴും എന്നോട് തമിഴിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ബിഗ് ഫാനാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബിഗ് ഫാനാണ്. രണ്ടായിരുന്നാലും പറയല്ലോ സാർ. താങ്ക് യു. അല്ല, താങ്ക് ടെസ്റ്റൊക്കെ വരാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് എത്രയോ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തമിഴ് പടങ്ങൾ തമിഴ് പടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്രയും ഒരു വലിയ ആക്ടറോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. അതുപോലെ വിക്രം സാർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, മലയാളികളുടെ ഒരു സ്വത്താണ്. അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയിലും നമ്മൾ മലയാളികൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട്. ഇപ്പൊ അന്യൻ എന്ന ആ ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് പിടിച്ചു പറ്റിയ ഒരാക്ടറാണ്. അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എല്ലാത്തിനും താങ്ക്സ് ഗോഡ്. சொன்ன மாதிரி இன்னொரு விஷயம் நான் சொல்ல மறந்துட்டேன். இவர் ஒரு நாள் இவரோட நான் ஃப்ளைட்டில் வந்துட்டு இருந்தேன். ஐ திங்க் அது தமிழ்லேயும் அந்த இன்டர்வியூவில் சொன்னேன், தெலுங்குலேயும் சொன்னேன். அது சொல்ல மறந்துட்டேன். சாரோட ஃப்ளைட்டில் வந்தேன். பாம்பேலேருந்து சென்னைக்கு வரும்போது பக்கத்தில் உட்காந்து ட்ராவல் பண்ணுற ஒரு ஆப்பர்ச்சுனிட்டி கிடச்சிது. அப்போ நான் சார்கிட்ட சொன்னேன், சார் படங்கள் எல்லாம் பார்த்துருக்கோம் இல்லையா. அப்போ தெய்வ திருமகள்னு ஒரு படம் வந்து ஸ்பெஷலாக அப்போது வந்திருந்தது. ஸோ நான் லாஸ்ட்டாக பார்க்கும்போது, சார் எப்படி சார் அந்த படத்தில் இப்படி பண்ணீங்க, அப்படின்னு சொல்லி கேட்ட ஃபியூ செகண்ட்ஸில் அவர் அப்படியே மாறினார். ஃப்ளைட்டில் அவர் கேட்டு ஒரு ஃபியூ செகண்ட்ஸில் அப்படியே மாறி அந்த கேரக்டராக மாறி டக்குன்னு நான் படத்தில் பார்த்து ரசிச்சிருக்கிறேன். இவருடைய எல்லா பர்ஃபார்மன்ஸு சின்ஸ் காசிக்கு போக அந்த படத்துலேருந்து இது வரைக்கும் நான் எல்லாமே ரசிச்சிருக்கிறேன். காசி அதுலேருந்து எல்லாமே ரசிச்சிருக்கேன். ஆனால் கண்ணுக்கு முன்னாடி இப்படி ஒரு மேஜிக் அவர் பண்ணி காட்டும் போதெல்லாம் வா, அதை விட்னஸ் பண்ணுறதுக்கே இல்லை. வாட் அ கிரேட் ஆக்டர் சார்ன்றத பக்கத்தில் உட்காந்து அந்த மேஜிக் படம் பார்த்து எத்தனை பேர் அதை ரசிச்சதுக்கெல்லாம் மேலே நான் ரசிக்கக்கூடிய ஒரு விஷயம், ஒரு ஆப்பர்ச்சுனிட்டி எனக்கு கிடைச்சது. சச் எ கிரேட் ஸ்டார் ആക്ടർ. പിന്നെ ഇതില് തരാം അല്ലെ, ഈ സിനിമയുടെ ഒട്ടുമിക്ക വിശേഷങ്ങൾ നമ്മൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവരോട്, ധീര ശൂരൻ കാണാൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് തിയേറ്ററിൽ വരണം. എന്തെന്നാൽ സാധാരണ സിനിമ പോലല്ല. സാധാരണ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനെല്ലാം ചിലപ്പോൾ ആദ്യം ഹീറോ ഇൻട്രോഡ്യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് പിന്നെ ക്യാരക്ടറൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കഥയിലൊക്കെ നമ്മൾ ഹുക്കാകുന്നത്. ഇത് ഫസ്റ്റ് ഷോട്ടിലിരുന്നാണ്, ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കയറും. അതുകൊണ്ട് ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട്. കാരണം ആദ്യത്തെ ഷോട്ടിൽ ഞാനുണ്ട്. അപ്പോ അല്ല, ഇത് സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോട്ടിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഇതിന്റെ രണ്ടാം അല്ലേ സാർ, ഹെൽപ്പ് സാർ. അപ്പോൾ സത്യമായിട്ട് പറയുന്നതാണ്, മറ്റേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരണം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഇത് തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ. താങ്ക് യു. ഇല്ല, ഇപ്പൊ അതൊരു വെറൈറ്റി ആണ്. ഇദ്ദേഹത്തിന്റെ സ്മോക്കിംഗ് കാർഡില്ല. കറക്റ്റ്. ഈ സിത്ത പടം കണ്ടതിന് ശേഷം
നമ്മുടെ സുരാജേന്റെ ദിവസമാണ് 27-ാം തീയതി. നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ. അതവര് ചോദിക്കും. അപ്പം അഭിനയിച്ച സിനിമകളിലൊക്കെ തന്നെ അഭിനേത്രി എന്നുള്ള നിലയിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തുഷാര വിജയൻ മാം ഇതിലും നല്ലൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നു മാം. வந்திருக்க எல்லாருக்கும் வணக்கம். எங்க படத்தை சப்போர்ட் பண்றதுக்கு நீங்க எல்லாம் இங்க வந்திருக்கிறது எனக்கு ரொம்ப சந்தோஷமா இருக்கு. தேங்க்யூ ஸோ மச். சார் சொன்னாரு இவங்க 2 பேத்துக்கு நடுவில் அவர் மாட்டிட்டாருன்னு. என்னைய பாருங்க, இவங்களுக்கு நடுவில் நான் மாட்டிக்கிட்டேன். ஸோ தேங்க்ஸ் டு அருண் சார். எனக்கு சித்தா படம் பார்த்துட்டு ஒரு கிட்டத்தட்ட ஒரு 45 மினிட்ஸ் நான் அப்படியே உட்காந்துட்டேன். ஐ வாஸ் நாட் ஏபிள் டு மூவ். நான் அன்னைக்கு நைட்டே மணி வந்து ஒரு 2:45 இருக்கும் AM. நான் வந்து என்னால் கண்ட்ரோலே பண்ண முடியல. ஒரு பெரிய லாங் மெசேஜ் இவருக்கு அனுப்பிச்சி விட்டேன், ஆனால் பார்க்கல. எனக்கு வந்து ஐ வாண்டட் டு டாக் டு ஹிம் ஸோ பேட் அண்ட் ஐ கால்ட் ஹிம் ஆஃப் தட் நைட் அண்ட் ஐ டோல்ட் ஹிம் ஹவ் அமேசிங் த ஃபிலிம் வாஸ். பட் அந்த டைம் எனக்கு தெரியல ஹி வாஸ் ரைட்டிங் ஃபார் திஸ் ஃபிலிம்னு. அண்ட் நான் அவர்கிட்ட இங்கே உட்காந்து அவரோட படத்தில் நான் நடிப்பேன்னு நான் நினச்சி பார்க்கல. அண்ட் தேங்க்யூ ஸோ மச் ஃபார் த ஆப்பர்ச்சுனிட்டி சார். அண்ட் சியான், எனக்கு சாமி படம் ரொம்ப பிடிக்கும். அதில் த்ரிஷா மேம் அண்ட் சாரோட ரொமான்ஸ் வந்து ஐ திங்க் இட்ஸ் மாஸ்டர் பீஸ். நான் அதே மாதிரி ஒரு பர்ஃபார்மன்ஸ் என் லைஃப்பில் பண்ணணும்னு நினச்சேன், ஆனால் அது சாமி கூட பண்ணுவேன்னு நான் நினச்சி பார்க்கல. ஸோ இந்த படத்தில் கலைவாணி என் கேரக்டர் பேர். ரொம்ப செல்ஃப்லெஸ்ஸான லவ் அவள்கிட்ட இருக்கும். அவளோட உலகமே வந்து ஹஸ்பண்ட், அவளோட குழந்தைங்க தான். ஸோ உங்கள் எல்லாருக்குமே கண்டிப்பாக ரொம்ப படம் பிடிக்கும் அப்படின்னு நம்புகிறோம். எல்லாருமே ரொம்ப ஹார்ட் ஒர்க் போட்டிருக்கோம். அண்ட் எஸ்டே சார், நானும் செகண்ட் படம் இது, ராயன் ஃபர்ஸ்ட் பண்ணோம், அதுக்கப்புறம் இந்த படம். அண்ட் சுராஜ் சார், அவர் வந்து அவ்வளோ பேசுவார்னு எனக்கு அந்த இன்டர்வியூவில் தான் தெரியும். ஏன்னா ஐ டென்ட் கெட் அன் ஆப்பர்ச்சுனிட்டி டு டாக் டு ஹிம் ப்ராப்பர்லி. பட் இல்லை, ஆனால் அன்னைக்கு வந்து ஹி ஸ்டோல் த ஷோ, அது நான் சொல்லுவேன். அண்ட் மலையாள படங்கள் எனக்கு ரொம்ப பிடிக்கும். ஸோ ஐ எம் ஆல்சோ லுக்கிங் ஃபார்வர்ட் டு டூ சம்திங் ஹியர் வெரி சூன். சுராஜ் சார், ஸோ எல்லாருமே கண்டிப்பாக 27ஆம் தேதி படத்தை போய் தியேட்டரில் பாருங்கள். எல்லாத்தோட எனர்ஜி, க்ரியேட்டிவிட்டி எல்லாமே உங்களுக்கு ரொம்ப பிடிக்கும் அப்படின்னு நம்புகிறேன். எஸ்பெஷலி ஈஸ்வர் சாரோட ஸ்ட்ரைக்கிங் விஷுவல்ஸ். Please support the film on the 27th of March. Thank you so much. താങ്ക് യു മാം. ഇന്ന് ഏറെ വൈകിയാണ് വിക്രം സാറിന്റെയും വീരധീര ശൂരൻ ടീമിന്റെയും ഇന്റർവ്യൂ മാറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണാനുള്ള തീരുമാനം പറഞ്ഞത്. വൈകി അറിയിച്ചിട്ടും നിങ്ങളുടെ ആ സ്നേഹം സാറിനോടും സിനിമയോടും നിങ്ങൾ എല്ലാവരും കാണിച്ചു. സോ ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് ചോദിക്കാനുള്ളത് ചോദിക്കാം പ്ലീസ്. എനിക്ക് സംശയം, ഞാൻ ചോദിച്ചു ഏത് പടമാ കാണും ഫസ്റ്റ്. ഞാൻ 2 പടവും കാണും പറഞ്ഞു. സോ 27 ഷി വിൽ സീ ബോത്ത് ഫിലിംസ്. ഞാനും കാണും, പക്ഷേ അവർ ഏത് പടം ആദ്യം കാണും എന്ന് എനിക്കറിയില്ല. ഒരു സംശയമുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സംസാരിക്കും, അവർ വളരെ നന്നായിട്ട് സംസാരിക്കും. മലയാളം ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ മലയാളം, തമിഴ്, തെലുഗു അങ്ങനെയൊന്നുമില്ല. ദിസ് ഇസ് ഇന്ത്യ അങ്ങനെയാണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ലെറ്റ്സ് എൻജോയ് ഇറ്റ് അല്ലേ. സോ നിങ്ങളെല്ലാവരും തമിഴ് പടം കാണുന്നില്ലേ? ഞങ്ങളെല്ലാവരും OTT കാണുന്ന പടം എല്ലാം ഇപ്പം എനിക്ക് മലയാളം മനസ്സിലാവും, ബട്ട് എല്ലാവരും സബ് ടൈറ്റിൽസോടാണ് കാണുന്നത്. നോബഡി സീസ് ഡബ് ഫിലിംസ്. ஸோ நம்மளோட லாங்குவேஜ் അങ്ങനെയാണ്, நம்மளோட இந்தியா അങ്ങനെയാണ്. பார்ட் 2 அப்படின்னு ஏன் வச்சோம்னா, இந்த படம் வந்து இந்த ஃபர்ஸ்ட் ஆக்ட்னு சொல்லுவாங்கல்ல, இவங்கெல்லாம் யாரு, இவங்க என்ன வேலை பார்க்குறாங்க, இவங்களுக்குள்ள என்ன பிரச்சனை, அப்படி இருக்காது. பிரச்சனையிலேருந்து படம் ஸ்டார்ட் ஆகிடும். ஸோ இல்லை சார், நான் வந்து கான்ஃப்ளிக்ஸ் ஸோ அதனால இதுக்கு முந்தைய கதை நிறைய இருக்கு. ஐ மீன், இந்த படத்துக்கு ப்ரீக்வல் ஐடியா இருந்தது எழுதும் போது. ஸோ அதனால பார்ட் 2 அப்படின்னு இந்த படத்தை ரிலீஸ் பண்றோம். பார்ட் 1க்கான ஐடியா இருக்கு, அது ஷூட்லாம் இன்னும் பண்ணல. அதுதான். ஸோ இப்போ இவங்கெல்லாம் யாரு, இவங்களுக்கான லவ் என்ன இருக்கு, இந்த மாதிரி மொத்த விஷயங்களும் அதுக்கான ஐடியா இருக்கு. ஸோ ஐ திங்க் அந்த பார்ட் 1க்கான ஐடியா இருக்கு. அதை ஐ திங்க் வி வில் எக்ஸிக்யூட் இட் வெரி சூன்.
Okay, we will execute it soon. You're looking smart, by the way. Glasses, shirt is, കുറച്ച് makeup. കൊള്ളാം. Nice. നന്നായിട്ടുണ്ട്. ആരടുത്ത് ചോദ്യം? ആ, ചാലഞ്ച് അല്ലേ? ആ, അത് ആക്ച്വലായിട്ട് അത് മോർ ദൻ നമ്മൾ എല്ലാവർക്കും നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ വി ഓൾവേസ് ലുക്ക് ഫോർ സീൻസ് ലൈക്ക് ദാറ്റ്. இன்னுം കുറച്ച് താ പ്ലീസ്, இன்னுം കൂടി ഏതാത് താണ്. സോ അങ്ങനെ ഈ പടത്തിൽ മുഴുവൻ അങ്ങനെയാണ്. ഒவ்வொரு സീനും ഞാൻ അത് തന്നെ പറഞ്ഞു. ഞാൻ ആക്ച്വലായിട്ട് സത്യമായിട്ട് പറയട്ടെ, തങ്കളാണിന് ശേഷം തങ്കളാണിലെ ഞാൻ എത്തിപ്പോയി. ലൈക്ക് എവറിത്തിങ് അത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തു. പക്ഷേ ഞാൻ അതിനുശേഷം നെക്സ്റ്റ് മൂവി ഒരു നല്ല റിലാക്സ്ഡ് ആയിട്ട് ഒരു വില്ലേജ് കമേഴ്ഷ്യൽ സിനിമ അങ്ങനെ പറഞ്ഞിട്ട് ഇയാളെടുത്ത് പറഞ്ഞു. ഞാൻ നല്ല മെല്ലെ നമ്മൾ ഒരു ഫ്യൂ സോങ്സ്, റൊമാൻസ്, തുഷാർ വെരി ഗുഡ് റൊമാൻസ്, പിന്നെ ആ ഫൈറ്റ് സീക്വൻസ് ലൈറ്റ് ഫൈറ്റ് ഇത് അതെല്ലാം പറഞ്ഞിട്ട് കോസ്റ്റ്യൂംസ് നൈസ് കളർ. ഇപ്പോൾ ലൈക്ക് യുവർ ഷർട്ട് ലൈക്ക് മൈ ഷർട്ട് എല്ലാം കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് ഏതാவது ഒരു സോങ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ അതെല്ലാം ഞാൻ വിചാരിച്ചു. ഇയാൾ വന്നിട്ട് ആദ്യം ഒരേ ഒരു ലുങ്കി, ആ സോങ്ങിൽ അവരില്ല, സോറി, അത് പിന്നെ ഒരു ലുങ്കി, അതും അഴുക്ക് ലുങ്കി, അഴുക്ക് മുണ്ട്, ഒരു ഷർട്ട്, ഇതോ ആ ഷർട്ട് കണ്ടോ, ഷർട്ട ഇല്ലെങ്കിൽ ഷർട്ട ഇല്ല, ഇവർക്ക് ഒരു സാരി, അത്രേ ഉള്ളൂ. സോ അതിനുശേഷം ശരി ഓക്കെ നോ പ്രോബ്ലം, ബട്ട് സോങ് കട്ട് only montage, then കുറച്ച് ലവ് എല്ലാം അതെല്ലാം ഉണ്ട്. ബട്ട് അങ്ങനെയല്ല, ഫസ്റ്റ് സീൻ മുതൽ ഇപ്പൊ തങ്ങളാണ് എനിക്ക് ഫിസിക്കലായിട്ട് കുറേ കഷ്ടം ഉണ്ടായിരുന്നു. ഇതിൽ മെന്റൽ ഓൾ ഓഫ് എസ് ഐ തിങ്ക് എല്ലാ സീനും ഒരു സർവൈവൽക്ക് വേണ്ടി നടക്കുന്ന ഒരു വിഷയമാണ്. സോ ഒவ்வொரு സീനും നമ്മൾ മെല്ലെ അങ്ങനെ ചുമ്മാ വിചാരിച്ച് ലൈക്ക് ലൈറ്റ് ആയിട്ട് അഭിനയം അങ്ങനെയല്ല. എവറി സീൻ വിൽ റിക്വയർ പെർഫോമൻസ്. ആൻഡ് സാർ കുറേ കഥകൾ പറയും അവരെ പറ്റി. ലൈക്ക് ഒരു ടേക്ക് ഹി വോണ്ട് ബി ഹാപ്പി വിത്ത്, അത് വളരെ മൈന്യൂട്ടായിട്ട് സട്ടിലായിട്ട് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു മലയാളപ്പെടുത്തുന്ന ഒരു ഫീൽ ഉണ്ടാവും. ലൈക്ക് അത് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ സട്ടിലായിട്ടാണ് എല്ലാം. സോ ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. സൺഡേ അതെല്ലാം എടുക്കും അത്ര അടി എനിക്ക് കിട്ടി. അവിടെ എല്ലാം മസ്കാർസ് ഇല്ല, അത് കാണുമ്പോൾ എനിക്ക് അറിയാമല്ലേ, ഇറ്റ്സ് വെരി റോ. അങ്ങനെ ഉണ്ടാവും ഒരു ക്രീഡം ഇല്ലെങ്കിൽ ഒരു സ്ഫടികം, അതുപോലെ ലൈക്ക് ഒരു വളരെ റോ ആയിട്ട്. സോ വി ഓൾ എൻജോയ്ഡ് ഇറ്റ്, ബട്ട് വേദനയോടെ എൻജോയ് ചെയ്തു. ഹായ് ശിവ, താങ്ക് യു. എന്തിനാ എഫേർട്ട് എടുക്കുന്നത്? അത് മനസ്സിലായി. എനിക്ക് അത് പറയുന്നല്ലേ, എനിക്ക് ചാലഞ്ച് ഇല്ലെങ്കിൽ ഐ ഗെറ്റ് ബോർഡ്. അപ്പോൾ ഇതിൽ കൂടെ ആക്ച്വലായിട്ട് ചിലപ്പം ലൈക്ക് ഫൈറ്റ് സീക്വൻസും മറ്റു വിഷയങ്ങൾ വി കുഡ് ഹാവ് ഡൺ ഇറ്റ് ഈസിയർ. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയും, അവൻ എന്നെ ചെറിയ അടിച്ചിട്ടില്ല, എന്നും കുറിച്ച് ഒരു 2 അടി എനിക്ക് കിട്ടിയാൽ ഇറ്റ് ബി ബെറ്റർ അല്ലേ, ബിക്കോസ് അപ്പോൾ തന്നെ ഇത് സീൻ വിൽ ലുക്ക് ഇല്ല ഇറ്റ് വാസ് സോ. நீங்கள் கேட்டிங்கல்ல, அது ரெண்டுத்துக்குமே காமனாக என்னன்னா கஷ்டம் இருந்தது. ஏன்னா இது ஃபுல்லாக நைட் ஒரு 6 o'clock ஸ்டார்ட் பண்ணோன்னா காலையில் 6 o'clock வரைக்கும் ஷூட் போகும். ஸோ அந்த ஒரு நாள் எனக்கு தெரிஞ்சு இங்கே எல்லாருக்குமே வெளி உலகத்தில் என்ன நடந்ததுன்னே தெரியாது. ஏன்னா காலையில் போய் தூங்கி திருப்பி லஞ்ச்லாம் சாப்பிடாம டின்னர் சாப்பிட்டு அப்படி தான் எல்லாருமே வந்துட்டு இருந்தாங்க. என்னன்னா இப்போ இது எவ்வளோ கஷ்டம்னு கேட்டிங்கல்ல, ஆனால் இவங்க இங்கே இருக்கிற எல்லாருமே பத்தலை இன்னும் சேலஞ்ச் பண்ணுங்க அப்படி கேட்குற ஆட்கள். இவங்களுக்கு என்ன போட்டாலுமே பத்தாது, எவ்வளோ கொடுத்தாலும் பத்தாது, என்ன பண்ணாலும் பத்தாது. விக்ரம் சார் எல்லாம் ஏதாவது சீன் போய் சொல்லும் போது இன்னும் நிறைய பண்ணலாம்ப்பா, இன்னும் பயங்கரமா, அதான் சொன்ன மாதிரி ஆக்ஷன் சீக்வன்ஸ்லாம் இன்னும் அடிக்க சொல்லுங்க, இன்னும் கீழே போட்டு இழுக்க சொல்லுங்க, தரையில் படுத்து உருள்றது, அந்த மாதிரி எனக்கு அதெல்லாம் நான் கேட்பேன். சார் யூ கம்ஃபர்டபுள், நீங்கள் ஓகே சார் பண்ணி ஓகேப்பா, ரெடினா சொல்லுங்க அப்படின்னு. இப்போ சூர்யா சார் ஒரு நாள் சொல்கிறாரு, சார் நான் 100 மூடை தூக்குறேன் சார், நீங்கள் எனக்கு 10 மூடை கொடுத்தா பத்தாது சார், 110 மூடை 200 மூடை கொடுங்க சார், அப்போ தான் எனக்கு. ஸோ அது பாருங்க, எது கொடுத்தாலும் பத்தலை. ஸோ
திஸ் இஸ் ஹவ் இட் இஸ். அவங்க சேலஞ்சஸ்லாம் ஐ திங்க் அவங்க அதுக்கு சுத்தமாக கொஞ்சம் கூட பயப்படுற ஆளுங்க இல்லாமல் லைக் எது கொடுத்தாலும் பத்தாதுன்னு சொல்லுவாங்க. ஃபார் எவ்ரிபடி, இப்போ சுரேஷாக இருக்கட்டும், துஷராக இருக்கட்டும், என்ன சீன் எவ்வளோ கஷ்டமாக இருந்தாலும் ஓகே போகலாம் அப்படின்றோம். அதில் யோசிக்கிறதுக்கான டைமே எனக்கு இருந்தது. சாரி சார். പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് സാർ. ഈ പങ്കജ് ഹോട്ടലിന്റെ കേസ് സംസാരിക്കുന്നത് ഇനി അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ സാർ? പങ്കജ് ഹോട്ടലിൽ ഞാൻ താമസിച്ചിട്ടില്ല. മമ്മൂക്ക പങ്കജ് ഹോട്ടലിൽ താമസിച്ചു. ഞാൻ ഒരു ചെറിയ ലോഡ്ജിൽ താമസിച്ചു. അവിടെ താമസിക്കുന്ന ആരും സാർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെ, പങ്കജ് ഇല്ല ഞാൻ പങ്കജ് ഹോട്ടൽ അവിടെ ഉണ്ടാവും. അത് അടുത്ത് കുറച്ച് തൊട്ടടുത്ത് ഒരു ലോഡ്ജ് ഉണ്ട്, അവിടെ ഞാൻ താമസിച്ചു. സോ വാക്കിംഗ് പോകുമ്പോൾ ഞാൻ നടന്നിട്ട് ഒരു ദിവസം ഞാൻ ഈ ഹോട്ടലിൽ താമസിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകും. ഇല്ല, ഞാൻ ഇന്ന നൈറ്റ് എനിക്ക് സമയമില്ലല്ലോ സുരാജ്. സോ ഇന്നല്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. ഹലോ, നിങ്ങൾ ഹോട്ടലിലുണ്ട്? പങ്കജ് ഹോട്ടലാണോ? പങ്കജ് ഹോട്ടൽ മാനേജർ അല്ലേ? നിങ്ങളാണല്ലോ. ഇല്ലല്ല, അവിടെ നോ പ്രോബ്ലം. താങ്ക് യു. இல்லை, எனக்கு இந்த லைட்டிங் பற்றி ஃபுல் கிரெடிட் நான் என்னோட டிஓபி ஈஸ்வர் சார் தான் கொடுப்பேன். ஆனால் நான் அவர்கிட்ட கதை சொல்லும் போதே எனக்கு ஒரு வார்ம் டோன் படம் ஃபுல்லாக இருக்கணுன்றது இருந்தது. எனக்கு இப்போ தமிழ்நாட்டில் நிறைய இடங்கள்ல எல்இடி போட்டாங்க, ஒயிட் லைட்ஸ் தான் இருக்குது. ஆனால் நான் வந்து ஐ டுக் த லிபர்ட்டி, எனக்கு அந்த வார்ம், அந்த ஹை கான்ட்ராஸ்டில் இந்த படம் இருக்கணுன்றது முன்னாடி இருந்தது. ஏன்னா ஒரு படம் அதோட கதை தான் எல்லாத்தையும் டிமாண்ட் பண்ணுது. நான் பர்பஸாக இதை வந்து இப்படி பண்ணணும்லாம் யோசிக்கல. அந்த சீன் நம்ம எழுதும் போது இப்படி இருக்கணும் அப்படின்னு மைண்டில் வந்திருக்கும் இல்லையா, அதை என்னோட டிஓபி கிட்ட சொன்னேன். அண்ட் ஹீ டிட் த ஃபேண்டாஸ்டிக் ஜாப் இந்த ஃபிலிம். ഇതിൽ ടു ആഡ് ടു ദാറ്റ്, ആക്ച്വലി ഡേ ടൈമിലും ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാമല്ലോ, ഒരുപാട് ക്യാമറമാൻ വളരെ നല്ല ഷോട്ട്സ് കളേഴ്സ് ഒക്കെ കിട്ടും. നൈറ്റിന് വെച്ചാൽ നോർമലി പീപ്പിൾ ഗോ ഡേ ഫോർ നൈറ്റ്, ഇല്ലെങ്കിൽ ഒരു സോഴ്സ് ലൈറ്റ്സ് വെച്ചിട്ട് കുറച്ച് ബൗൺസ് അത്രയേ ഉള്ളൂ. പക്ഷേ ഈ അങ്ങനെ കുറച്ച് നൈറ്റ് സീൻസ് കുറച്ച് ഡേ സീൻസ് ആണെങ്കിൽ അങ്ങനെ ബാലൻസ് ചെയ്യാം. ഈ പടം മുഴുവൻ നൈറ്റിലെടുത്തതാണ്. സോ അവരുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ ஒவ்வொரு சீனும் ஒவ்வொரு ஷார்ட்டும் ஹேட் டு லுக் பியூட்டிஃபுல். ஸோ அதில் சிலപ്പം ഇപ്പോൾ ഞങ്ങൾ വി കോൾ ഇറ്റ് 300 rupees ഷോട്ട്. ലാസ്റ്റ് ഒരു പാച്ച് വർക്ക് ചെയ്യുമ്പോൾ 300 രൂപയ്ക്ക് ഒരു ലൈറ്റ് മാത്രം വെച്ച് ഒരു ബൗൺസ് വെച്ച് പിന്നെ ഒരു 2-3 വാട്ടർ ക്യാൻസ് വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. സോ ചെറിയ വിഷയത്തിലും യു ക്യാൻ ഗെറ്റ് ബ്യൂട്ടി. ചിന്ന ലൈറ്റ്സ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഈ ട്രൈഡ് ഇറ്റ്. പക്ഷേ നാച്ചുറൽ ആയിട്ട് ഇരിക്കണം അല്ലേ? സോറി ഇന്ററപ്റ്റഡ് മിസ്റ്റർ ഡയറക്ടർ. ഐ ആം സോറി, ഹി വാസ് സെയിങ് സം. പറയൂ. അതെ, യെസ്, മിമിക്രി. അതെ, ആൻഡ് മിമിക്രി ഓൾസോ. ആൻഡ് ബോത്ത് ഹാവ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. സുരാജ് ഞാൻ പറഞ്ഞു, ഐ സീ ഇറ്റ് അഗൈൻ. ബട്ട് മുൻപ് ഐ ഷുഡ് സേ അബൌട്ട് മണി ഓൾസോ. മണി ഞങ്ങൾ ജെമിനി ചെയ്യുമ്പോൾ എനിക്ക് ഈ കഥ ഐ വാസ് ലൈക്ക് ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് എക്സൈറ്റിംഗ്, പക്ഷേ ഏതോ മിസ്സിങ്. അപ്പോൾ അവർ വന്നിട്ട് ഒരു ലഞ്ച് ബ്രേക്കിൽ ഒരു രണ്ട് സീൻ ആയിരുന്നു എടുത്തിട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ ഒന്നും കൊഞ്ചം ഏതാത്. അപ്പോൾ മണി വന്നിട്ട് അഭിനയിച്ചു ആൻഡ് സംതിങ് ഹി ഡിഡ്. അപ്പോൾ ലഞ്ച് ബ്രേക്കിൽ പെട്ടെന്ന് അയാൾ മിമിക്രി തുടങ്ങി. പാമ്പ മാറി, ഒട്ടകമ മാറി, എല്ലാം ഡിഫറൻസ് ചെയ്യുമ്പോൾ ഐ വാസ് ലൈക്ക് എന്താ ഡയറക്ടർ സെറ്റ് സാർ ഇത് യൂസ് பண்ணலாம். ആൻഡ് അങ്ങനെ ആ ക്യാരക്ടർ മാറി, ലൈക്ക് പെട്ടിന് കോഴിയാ മാറും, അങ്ങനെ. സോ ദ മൊമെന്റ് ദാറ്റ് ഹാപ്പൻ അത് കണ്ട ശേഷം ഐ തോട്ട് ഓക്കെ ദിസ് മൂവി ബി ഹിറ്റ്. ലൈക്ക് അത്ര സ്ട്രെങ്ത് തന്നു. അറ്റ് ദ സെയിം ടൈം എനിക്ക് അവരോട് എപ്പോഴും വളരെ ജോവിയൽ, വളരെ കെയർലെസ് ആയിട്ട് ഈ ബി കാഷ്വൽ. എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയം. ഇറ്റ്സ് എ ഹ്യൂജ് ലോസ്. ഐ മീൻ ആസ് എ ഫ്രണ്ട്, what a great loss for the industry and for all of us. Beautiful person. Suraj, of course, I told you already, fantastic all rounder. You want to dance today and impress everybody? Actually, Suraj, I don't know, today quite relaxed, right? I think. But we had a good time. Actually, good time la maadu kallam. Namma shooting la night full light hi Suraj. Oh, shot ready. Yeah. Oh, okay, sir. இப்போ அത്രേ ഉള്ളൂ. So like, it was like that, la. ചിരി കൂടെ உள்ள சீன்ல இருக்காரு, எனக்கு தமிழே தெரியல. அப்ப நான் அந்த டென்ஷன்ல இருந்தேன்.
ஓ இப்போ பாருங்க அது 16 பேஜ் டயலாக் 16 மினிட் இல்ல தமிழ்ல டயலாக் பண்ண பிரச்சனை இல்ல ஒரு காரியம் அதோட பெட்டர் he will do SJ സാർ ഇത് ചെയ്യും പിന്നെ നമ്മുടെ DOP പറ്റി നമ്മൾ ലൈറ്റ് എല്ലാം പറ്റി സംസാരിച്ചാൽ അവർ ചെയ്യും പിന്നെ വേറെ ജസ്റ്റ് ഡു പ്ലീസ് RNDC പ്ലീസ് സുരജ് ഓഡിയൻസ് റിക്വസ്റ്റ് അത് തമിഴ് ഡയലോഗ്സ് നിങ്ങളുടെ സാറിൻ്റെത് ഇമിറ്റേറ്റ് ചെയ്യാം, ട്രൈ ചെയ്യാം. മാനാട് എന്ന ചിത്രത്തിലെ അതില് മഹേന്ദ്ര സാറ് ഫോണില് ഇവരോട് സംസാരിക്കുന്ന ഒരു സീനാണ്. ഡേ അവനെ പോട്ട് അതുക്കപ്പുറം நான் உன்னை கழுத்தறுத்துறேன்டா. தலைவரே 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 அவரை எதுவும் பண்ணாத தலைவரே. ഇരവി പടം അതില് വളരെ സട്ടിലായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. സാർ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു സിംഗിൾ ഷോട്ട് അത് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഫുള്ള് പറയുന്നില്ല, ശകലം. ഇതൊക്കെ നിറച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ. பொறுத்துக்கிறதுக்கும் சலிச்சுக்கிறதுக்கு நான் என்ன பொம்பளையா? ஆம்பளை மாமா, ஆண் நடி, பெண் ஆண். எவ்வளவோ கேவலமான பெருமைகள். தமிழ்நாட்டுல பண்ணாரு, தெலுங்குலயே பண்ணாரு. இங்க பண்ணும்போது பெஸ்ட், அது இஸ் பெஸ்ட். அது நீங்க பண்ணுங்க அந்த வாய்ஸ் வரல. எத்தனையோ பேர் என்னை மிமிக்ரி பண்ணியிருக்காங்க. பட் இஸ் சூப்பர் சார். யுவர் கிரேட் சார். சூப்பர் சார். யா யா அருண் அண்ணா எனக்கு இயால பெஸ்ட் டைரக்டர். பாய் खुशी पार्ट 2 இல்ல அது கமெண்ட் கலையோட சேம் खुशी पार्ट 3. Thank you sir. அசுராஜ் அல்ல. ஆமா, அருண்குமார் சார் தான் வில்லன். மேபி இல்ல என்னன்னா டைரக்ஷன் ரொம்ப டஃப்பான ஜாபுங்க. அதான் நான் சொன்னேன். இப்போ ஆக்டிங் தான் ஒரு பேஷன். ஒரு எஸ்ஜே சூர்யா ஆக்டர் ஆகிறதுக்கு தான் இந்த டைரக்டர் எஸ்ஜே சூர்யாவை ரெடி பண்ணேன். எப்படின்னு சொல்றேன் கேளுங்க. இப்போ ஒரு நடிக்கணும் அப்படின்னா இல்ல, ஒரு நடிகனுக்கு உண்டான டாஸ்க் எல்லாம் என்னென்ன அப்படின்னா, அவன் கரெக்டா சாப்பிடணும், கரெக்டா தூங்கணும், கரெக்டா எக்ஸசைஸ் பண்ணணும், மைண்டு ஜூஸ் குடிக்கணும், கொடை பிடிப்பாங்க, மைண்டே ஹார்ட்டை ஃபிட்டா வச்சுக்கணும். இவ்வளவும் அவன் பண்ற எல்லா ஹார்ட் ஒர்க்கும் அவனை நல்லா பார்த்துக்கணும். இப்போ டைரக்டருக்குள்ளான டாஸ்க். இப்போ டைரக்டருக்குள்ளான டாஸ்க் பாருங்க. வர ஆக்டர் நல்லபடியா பார்த்துக்கணும், அவருக்கு டென்ஷன் வராம பார்த்துக்கணும், அவங்களுக்கு கரெக்டா கதை சொல்லணும், பிடிக்கிற மாதிரி கதை சொல்லிடணும். அவங்க என்னென்ன மூட்லயோ வருவாங்க, அவங்க முதல்ல நம்ம மூடுக்கு எடுத்துட்டு வந்து நம்ம சீனை கரெக்டா நடிக்க வைக்கிற மாதிரி பண்ணணும். சாப்பாடு இருந்தா பரவாயில்ல, லஞ்சுனா ஸ்கிப் பண்ணிக்கலாம், தூக்கம் பரவாயில்ல, எடிட்டிங் இன்னைக்கே முடிச்சு அனுப்பணும். இவ்வளோத்தையும் பண்ணி இவ்வளோ கஷ்டப்படணும். அவங்க கஷ்டம் பூரா அடுத்தவனை நல்லா வச்சுக்கிறதுக்கு, இவன் கஷ்டம் பூரா அவனும் நல்லா வச்சுக்கிறதுக்கு. ஜோக்ஸ் அப்பார்ட், ஒரு மனுஷன் எவ்வளவுதாயா, அது இது நெஞ்சம் மறப்பதில்லை, ஒரு மனுஷன் எவ்வளவுதாயா கஷ்டப்படுறது, சாக்கடையில போறது அப்படியே அதுல வந்து ஜோக்ஸ் அப்பார்ட். டைரக்ஷன் இஸ் அ பிக் ரெஸ்பான்சிபிலிட்டி. அது பார்க்கலாம் எப்படி ஒன்று அமைஞ்சதுன்னா எது இன்னைக்கு I hope God will give you, would have given a great presence of mind like you to me, sir.
നാട്ടിലെ ഒരു പ്രൊമോഷൻ കഷ്ടപ്പാട് നേടിയ രണ്ടുപേരും അത്രയും വലിയ കുറെ പടങ്ങൾ ചെയ്തിട്ടുള്ള സാറിനോട് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ആ സ്വന്തം വളർച്ച എങ്ങനെയാണ്? ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമാണ് അത്. കാരണം ഞാൻ മിമിക്രി അവതരിപ്പിക്കുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, പൈസ കിട്ടിയില്ലെങ്കിലും നമുക്ക് ആൾക്കാർ ഇരുന്ന് കാണുന്നതാണല്ലോ അതിൻ്റെ ആൾക്കാർ കാണാനുണ്ടാവുക. അപ്പൊ അങ്ങനെ വന്ന് പിന്നെ സിനിമയിൽ വന്നപ്പോൾ നമ്മൾ അത്രയും എക്സ്പീരിയൻസിൽ നിന്ന് ഇത്രയും ഇന്ത്യയിലെ ഒരു മികച്ച നടനുമായിട്ട് അദ്ദേഹമായിട്ടൊക്കെ അഭിനയിക്കാൻ കിട്ടുന്നത് വലിയൊരു ആക്ടർ എന്ന രീതിയിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വാം വെൽക്കമിങ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമാണ്. നമ്മുടെ സമയപരിമിതി പോലും ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. Before 8 years back. നിങ്ങൾ നമ്പറല്ലേ 8 years back അല്ലേ? 7 years back. എന്റെ പേര് ഞാൻ So give me 5 minutes of your valuable time. I will മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് എത്തിയപ്പോൾ എന്താണ് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ആയി കിട്ടിയത്? അവിടെ രണ്ട് ട്രാക്കാണ് ആവുകയാണ് മലയാളവും തമിഴ്. അപ്പൊ അവിടെ എന്ത് ഉൾക്കൊള്ളാൻ തമിഴ് ഇൻഡസ്ട്രിക്ക് സ്റ്റാറിന്റെ കൂടെ എത്തിയപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ. എന്നാലും ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് തമിഴ് ഇൻഡസ്ട്രി വലിയ, നമ്മളെക്കാളും വലിയ ഇൻഡസ്ട്രിയാണ്. പിന്നെ ഈ ഇമോഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഇമോഷൻ തന്നെയാണ്. പിന്നെ ഡയറക്ടർ അതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളിവിടെയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സീൻ എടുക്കണമെങ്കിൽ ആദ്യമേ തന്നെ ക്യാമറ ഒന്നും വച്ച് ഞാൻ കണ്ടിട്ടില്ല. ആദ്യം ആ സീൻ എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണ്, അത് കറക്റ്റ് ഇരുന്ന് നമ്മൾ പ്ലേ ചെയ്യും. ഫുൾ പ്ലേ ചെയ്ത് അത് മനസ്സിലാക്കി അത് തറവായതിനു ശേഷം മാത്രമാണ്. അപ്പോൾ എന്താണ് സിനിമയിൽ നടക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ടും വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അദ്ദേഹം കണ്ട് അത് കറക്റ്റ് ചെയ്ത്, അതിനിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും ഇയാൾ എന്തിനാണ് ഈ ഫ്രെയിമിൽ വരുന്നത് അത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എനിക്കൊരു തമിഴിൽ അതൊരു പുതിയ ഒരു അനുഭവമായിരുന്നു. മലയാളത്തിൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ തമിഴിലും ഇങ്ങനെയാണോ? പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ തമിഴിൽ അങ്ങനെ എല്ലാവരും ആ രീതിയിലല്ല. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു സ്ക്രിപ്റ്റ് ആക്ച്വലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, പക്ഷേ അത് സസ്പെൻസ്. ഇപ്പൊ നോട്ട് കൂടെ അല്ല, ജസ്റ്റ് ഒരു ചെറിയ ലൈന് മാത്രം വ്യത്യാസം. ഡയറക്ടർ സാറിൻ്റെ അടുത്താണ്. സാറിൻ്റെ ചിത്ത മൂവി വന്നതിന് ശേഷം കേരളത്തിൽ സമാനമായ ഒരു അനുഭവം, ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതെല്ലാവരും വളരെയധികം ചർച്ച ചെയ്തു. അതിനുശേഷം ആ ഫിലിം ഒരുപാട് പേര് ഒ.ടി.ടിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ആ ചിത്രം കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതേപോലെ എന്തെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും ഈ പടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം? சித்தா வந்து அந்த சப்ஜெக்ட் எடுக்கும் போது எனக்கு வந்து அந்த படம் மிகப்பெரிய ஒரு சோஷியல் ரெஸ்பான்சிபிலிட்டியோட அணுக வேண்டிய படம்ங்கிறது நான் ரொம்ப தெளிவாக இருந்தேன். ஏன்னா அந்த படத்தில் எந்த தப்புமே நடந்துடக்கூடாது. இல்லைன்னா அந்த கதையை நம்ம சொல்லாமே விட்டுருலாம். சொல்லாம விட்டால் பிரச்சனை இல்லை, சொல்லும் போது அதை சரியாக சொல்லிடணும் அப்படிங்கிற ஒரு எண்ணம் இருந்தது. ஸோ அந்த படத்துக்கான ரிசர்ச்சும் அந்த படத்துக்கு எடுத்துக்கிட்டதும் வந்து நிறைய பேர்கிட்ட பேசி, நான் ஒரு ஆள் எடுத்த முடிவு இல்லை. ஐ மீன் நான் சொல்றது அந்த படத்தில் வர சோஷியல் மெசேஜாக இருக்கட்டும், இல்லை பொலிட்டிக்கலான விஷயங்களாக இருக்கட்டும், அது எல்லாம் வி டுக் லாட்ஸ் ஆஃப் ரிசர்ச். இந்த படம் வந்து ஒரு மெயின் ஸ்ட்ரீம் கமர்ஷியல் ஃபிலிம். ஆனால் இந்த படத்துலையும் அன்பை பேசுகிறோம், கோவத்தை பேசுகிறோம், குற்ற உணர்ச்சி கில்ட் பேசுகிறோம், அதீதமான வீரத்தை பேசுகிறோம். ஸோ இப்படி ஒருத்தவங்களை வந்து நம்ம எவ்வளோ தூரம் புஷ் பண்ணால் அந்த கோபம் வந்து அது வெளிப்படும்ல, அந்த மாதிரியான ஒரு விஷயம் இந்த படம் பேசுது. அதுதான் வீரம்னு நான் நம்புறேன். ஸோ அதை பேசுது. இந்த படத்துக்கு என்ன தேவையோ அவ்வளோதான் இந்த படம் பேசும். அதை ஒரு சமூக பொறுப்பு அதோட இந்த படத்தை ப்ரெசென்ட் பண்ண ட்ரை பண்ணியிருக்கோம். ஐ திங்க் we are filmmakers. We should make films with social responsibility. And அதை தாண்டி எல்லா படமும் மெசேஜ் சொல்லணும் அப்படிங்கிறதுல எனக்கு பெரிய
தப்பான மெசேஜ் சொல்லாம இருந்தாலே அது போதும்னு நான் நினைக்கிறேன். நீங்க சொன்னீங்களா அந்த வீரம் என்பது என்னன்னு சொல்றது, ஒரு ஃபாரின்ல ஒரு ரீல்ஸ் ஒன்று பார்த்தேன். ஒரு டிராக்டர் வந்து இந்த பிளேடு போட்டுக்கிட்டு வருது. ஒரு தாய் கோழி, கீழே வந்து ஒரு 5 குஞ்சு. அந்த டிராக்டர் சவுண்ட் வரும்போதுல இந்த தாய்க்கோழி வந்து அந்த சிறகை விரிச்சு 5ஐயும் அப்படி பொட்டி பார்த்து இருந்துச்சு. நீங்க சொல்லும்போது எனக்கு டக்குனு அந்த விஷயம் அப்படியா? ஸோ அதுதான் வீரம். குழந்தைகளை கொண்டுன உடனே தன் சக்தியை மீறி அந்த கோழி வந்து டிராக்டர், எவ்வளவு பெரிய டிராக்டர், அதை மீறி அதை விங்ஸை விரிச்சு அப்படி குழந்தைகளை பார்த்துச்சுல்ல, அதுதான் அந்த வீர சோரா கேரக்டர் இருக்கக்கூடிய ஒரு விஷயம். இதை சொன்னீங்கன்னு தெரியல. ஏன்னா இந்த தீசிஸ் தான் நான் வந்து சார் கிட்ட இனிஷியலா சொல்லும் போதுமே அதுதான் படத்தோட தீசிஸாவே இருந்தது. ஏன்னா ஒரு கோழி இருக்குல்ல சார், அது எவ்வளவு தூரம் பறக்கும்? ஒரு 4 அடி, ஒரு 5 அடி அவ்வளவு தூரம் பறக்கும்ல. ஆனா ஒரு கழுகு வந்து அந்த கோழி குஞ்சு நம்ம சார், கழுகு வந்து அந்த குஞ்சு தூக்கிட்டு போகுதுன்னா அது 10 அடி 11 அடி பறந்துடும். ஏறி போய் அதை பிடிச்சி அடிக்கும். அந்த கழுகு வந்து ஓடிடும். என்ன காரணம்னா அதுக்கு உசுறு. நம்ம படத்துல அதுக்கான ஒரு டயலாகே இருக்கு. ஏன்னா சொல்ல மாட்டேன், ஏன்னா அதுதான் முக்கியம். நமக்கு என்ன அடிப்பட்டாலும் உசுறு போதும் அப்படிங்கறதுதான். ஸோ அதை தான் வீரமா பாக்குறோம்ல. அதான் கரெக்டா சொன்னீங்க சார். தேங்க்யூ ஃபார் ஆடிங். അത് മഹാൻ അത് ബട്ട് ഞങ്ങൾ വിചാരിച്ച് ഇപ്പോൾ വേണ്ട, ബിക്കോസ് അവൻ എന്നോട് കുറച്ച് നന്നായിട്ട് അഭിനയിക്കുന്നത്. സോ ഞാൻ അത് പറഞ്ഞിട്ടില്ല അവരടുത്ത്, കള്ളം മാത്രം വേണ്ട എന്ന് പറഞ്ഞു. ഐ തിങ്ക് ഇറ്റ്സ് അവൻ തന്നെ പറഞ്ഞു, he should struggle, he should fall, വീണിട്ട് എന്നിട്ട് വീണ്ടും വരണം. സോ തന്നെ ചെയ്യട്ടെ. മേ ബി ആഫ്റ്റർ 5 years 10 years, ബട്ട് അതിനുള്ളിൽ പെട്ടിന അരുൺ സിത്ത ഓർ ഇല്ലെങ്കിൽ സർ ഖുഷിയിലെ ഡബിൾ ആക്ഷൻ സംതിങ് വന്ന മേ ബി. സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് വ്യത്യസ്ത തരത്തിലുള്ള സിനിമകൾ ഇപ്പോൾ പല സംവിധായകരും ഒന്നുകിൽ രാഷ്ട്രീയ സിനിമകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കുടുംബ ചിത്രങ്ങൾ ചെയ്യുന്നു, ചിലരും മാസ് മസാലകൾ ചെയ്യുന്നു. പക്ഷെ ഒരു യുവ സംവിധായകൻ എന്ന നിലയിൽ വ്യത്യസ്ത തരത്തിലുള്ള ജേണറുകളിൽപ്പെട്ട സിനിമകൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആയിരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അത് വെല്ലുവിളി ആവുന്നുണ്ടോ? நீங்க என்ன கேக்குறீங்கன்னா, நீங்க ரொம்ப பியூரா பேசிட்டீங்க, எனக்கு கொஞ்சம் புரியல. நான் என்ன புரிஞ்சுக்கிறேன்னா, வேற ஜானர் எப்படி ட்ரை பண்ணீங்கன்னு கேக்குறேன். How can you be so flexible? இல்ல தட்ஸ் ஆக்சுவலி ஒரே ஜானர் மறுபடியும் ட்ரை பண்ணனும்னா யூ ஹேவ் டு பி மாஸ்டர் இன் தட். அது கஷ்டம். யா அண்ட் ஏன்னா ஒரு விஷயத்தை மறுபடியும் வேற மாதிரி பண்ணிட்டே இருக்கணும்ல. திஸ் இஸ் a way I can just go escape, find a new film, find a new world. அது எனக்கு கொஞ்சம் கம்ஃபர்டபுளா இருக்கு. இல்லைன்னா நான் ஓகே, அதனால எனக்கு வேற வேர்ல்ட் எக்ஸ்ப்ளோர் பண்ண பிடிச்சிருக்கு. என்னோட ரைட்டிங்காவே அது பிடிச்சிருக்கு. அதுதான். தேங்க்யூ சார். ഓക്കെ, താങ്ക് യു മീഡിയ. 27-ാം തീയതി മാർച്ച് 27-ാം തീയതിയാണ് ധീരശൂരൻ എത്തുന്നത്. എല്ലാവരും തിയേറ്ററിൽ കാണുക. ഒപ്പം നമ്മുടെ ഗസ്റ്റ് എല്ലാവരും ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.